പൊതുവേ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, കുറ്റം പറഞ്ഞാൽ എന്താണ് കുഴപ്പം? ഉള്ള കാര്യങ്ങളല്ലേ പറയുന്നുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ കുറ്റം പറയുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത് ഒരു വലിയ പാപമാണ്. വലിയ പാപം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അന്ത്യവിധിയുടെ സമയത്ത് കർത്താവ് നമ്മളോട് ചോദിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന പാപങ്ങളിൽ ഏറ്റവും കൂടുതൽ എണ്ണം ഉള്ളത് ഒരുപക്ഷെ ഈ മറ്റുള്ളവരുടെ സമാധാനം തകർത്തു എന്നുള്ളൊരു വകുപ്പായിരിക്കും നമ്മുടെ പേരിൽ ഏറ്റവും കൂടുതലായിട്ട് കർത്താവ് ഉന്നയിക്കാൻ പോകുന്നു. കാരണം ദൈവം മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് സമാധാനം. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ലൂക്കായുടെ സുവിശേഷം ത്തിൽ പറയുന്നുണ്ട്, ഈശോയുടെ ജനന സമയത്ത് ദൂതന്മാർ അത് ആട്ടിടയന്മാർക്ക് നൽകിയോട് പറയുന്നുണ്ട്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എന്ന്. അപ്പോൾ ഈ ഈശോ ജനിച്ചപ്പോൾ ആ നിമിഷം ഈശോ പറഞ്ഞ, അല്ലെങ്കിൽ കർത്താവ് നൽകിയിരിക്കുന്ന വലിയൊരു വാഗ്ദാനമാണ്, അല്ലെങ്കിൽ വലിയൊരു അനുഗ്രഹമാണ് സമാധാനം. അതുപോലെ തന്നെ നമുക്കറിയാം, ബൈബിളിനകത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈശോ മിക്കപ്പോഴും സമാധാനം നിനക്കുണ്ടാകട്ടെ, അല്ലെങ്കിൽ സമാധാനത്തോടെ പോവുക എന്ന സമാധാനമാണ് എപ്പോഴും ഈശോ പറയുന്നത്. അതിനേക്കാൾ പ്രാധാന്യം നൽകുന്ന വേറൊരു കാര്യം ഈശോ പറയുന്നതായിട്ട് പൊതുവെ കാണുന്നില്ല. അപ്പോൾ ഈശോ ഇത്രയും വളരെ പ്രാധാന്യത്തോടു കൂടി നമുക്ക് നൽകിയിരിക്കുന്ന സമാധാനത്തെ, അല്ലെങ്കിൽ ഒരാൾക്ക് നൽകിയിരിക്കുന്ന സമാധാനത്തെ നമ്മൾ നമ്മുടെ സംസാര രീതി കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഉപേക്ഷ കൊണ്ടൊക്കെ നമ്മൾ ഒരാളുടെ സമാധാനം തകർത്ത് കളഞ്ഞാൽ അതിന് വലിയ വില, അല്ലെങ്കിൽ അതിനൊക്കെ വലിയ ശിക്ഷ നമ്മൾ ഏൽക്കേണ്ടി വരും എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത്. തന്നെയുമല്ല, അന്ത്യവിധിയുടെ സമയത്ത് ഈശോ നമ്മളോട് ചോദിക്കാൻ പോകുന്ന ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഈ സമാധാനവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അതായത്, നമ്മൾ സമാധാനം നഷ്ടപ്പെടുത്തിയിരിക്കുന്ന മനുഷ്യരുടെ ലിസ്റ്റ് എടുത്തിട്ട് എന്തുകൊണ്ട് ഈ മനുഷ്യരുടെ സമാധാനം നീ കെടുത്തി എന്നൊരു ചോദ്യം അവിടെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ അന്ത്യവിധിയുടെ സമയത്ത് ഈ നമ്മൾ സമാധാനം നശിപ്പിച്ച മനുഷ്യരായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ മേൽ ആരോപിക്കപ്പെടുന്ന ഏറ്റവും വലിയ പാപം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ടിരിക്കുന്ന പാപം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഞാൻ മറ്റുള്ളവരുടെ സമാധാനം തകർത്തു എന്നുള്ളതാണ്. ആ സമാധാനം തകർക്കൽ ചിലപ്പോഴൊക്കെ വളരെ ഗൗരവമായിട്ട് മാറാറുണ്ട്. അത് സമാധാനം മാത്രമല്ല, അവരുടെ ജീവിതം കൂടി ചിലപ്പോഴൊക്കെ ചിലരുടെയൊക്കെ തകർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെയധികം ഗൗരവമേറിയൊരു കുറ്റമാണ്, അല്ലെങ്കിൽ പാപം തന്നെയാണ്. അതുകൊണ്ട് ഒരു ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈശോയിൽ വിശ്വസിക്കുന്ന ഓരോ മനുഷ്യനും, ഓരോരുത്തരും മനസ്സിലാക്കി എപ്പോഴും ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ മനസ്സിലാക്കി അറിഞ്ഞ് പ്രവർത്തിക്കേണ്ട ഒരു മേഖലയാണ്, നമ്മൾ ആരുടെയും സമാധാനം തകർക്കാൻ പാടില്ല. നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്തകൾ കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഉപേക്ഷ കൊണ്ടൊക്കെ നമ്മൾ ആരുടെയും സമാധാനം തകർക്കാൻ പാടില്ല. സമാധാനം തകർക്കുന്നവർ ദൈവസന്നിധിയിൽ വളരെയധികം കണക്ക് പറയേണ്ടി വരും.